കേരളം വീണ്ടും ഒരു കനത്ത മഴക്കാലത്തിന്റെ നടുവിലാണ്. ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി മഴ തുടരുന്നു. ഇത് ജനജീവിതത്തെയും സാരമായി ബാധിച്ചു. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഒരേ സമയം രൂപം കൊണ്ട ന്യൂനമർദ്ദങ്ങളും മറ്റ് കാലാവസ്ഥാ ഘടകങ്ങളുമാണ് ഈ മഴയ്ക്ക് കാരണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തെ പല ജില്ലകളിലും ഓറഞ്ച്, യെല്ലോ അലർട്ടുകളും പ്രഖ്യാപിച്ചു. അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പും നൽകി. കേരളത്തിൽ മഴക്കാലം സജീവമാകുന്നത് പ്രധാനമായും തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ വരവോടെയാണ്. എന്നാൽ ചില പ്രത്യേക കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ മഴയുടെ തീവ്രത വർദ്ധിക്കാറുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം. വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് ഒരു തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പും പ്രവചിക്കുന്നു. ഈ ന്യൂനമർദ്ദം കേരളത്തിലേക്ക് നേരിട്ട് വരാൻ സാധ്യതയില്ലെങ്കിലും അതിന്റെ സ്വാധീനം കാരണം അറബിക്കടലിൽ നിന്ന് കേരള തീരത്തേക്ക് ശക്തമായ പടിഞ്ഞാറൻ കാറ്റുകൾ വീശാൻ സാധ്യതയുണ്ട്. ഈ കാറ്റുകൾ മഴമേഘങ്ങളെ കേരളത്തിലേക്ക് എത്തിക്കുകയും മഴയുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. രണ്ടാമതുള്ളത് അറബിക്കടലിലെ ന്യൂനമർദ്ദ പാതിയാണ്. തെക്കൻ കൊങ്കൺ തീരം മുതൽ വടക്കൻ കേരള തീരം വരെ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദ പാതി നിലനിൽക്കുന്നുണ്ട്. ഇത് കേരള തീരത്ത് മഴ ലഭിക്കാൻ കാരണമാകുന്ന ഒരു പ്രധാന ഘടകമാണ്. അറബിക്കടലിൽ നിന്നും ഈർപ്പമുള്ള കാറ്റുകൾ കേരളത്തിലേക്ക് എത്തുകയും അത് പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി ഉയർന്ന മഴയായി മാറുകയും ചെയ്യും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കൂടി ഇതിനോട് ചേരുമ്പോൾ മഴയുടെ തീവ്രത ഇരട്ടിയാകുന്നു. ഈ കാലാവസ്ഥാ ഘടകങ്ങൾ ചേരുമ്പോൾ കേരളത്തിൽ അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്ന് കാലാവസ്ഥാ വകുപ്പ് വിശേഷിപ്പിക്കുന്നതും. ഇത്തരം മഴ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകും. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന അലേർട്ടുകൾ മഴയുടെ തീവ്രതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കും. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിക്കും. ഇത് അതിശക്തമായ മഴയാണ് സൂചിപ്പിക്കുന്നത്. ഈ അലേർട്ടുള്ള ജില്ലകളിൽ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകും. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും. ഇത് അടിയന്തര സാഹചര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ നടപടികളും സ്വീകരിക്കും. നിലവിൽ വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലനിൽക്കുന്നു. അതിശക്തമായ മഴ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട്. നദികളിലെയും തോടുകളിലെയും ജലനിരപ്പ് പെട്ടെന്ന് ഉയരും. ഇത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും കാരണമാകും. കൃഷി നശിക്കാനും വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. മലയോര പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ മണ്ണിനെ ദുർബലമാക്കും. ഇത് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു. 2018 പ്രളയകാലത്ത് വയനാട്, ഇടുക്കി പോലുള്ള ജില്ലകളിൽ ഉരുൾപൊട്ടൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. തുടർച്ചയായ മഴ കാരണം നദികളിലെയും ഡാമുകളിലെയും ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയരാൻ സാധ്യതയുമുണ്ട്. ആവശ്യാനുസരണം ഡാമുകൾ തുറന്നുവിടേണ്ടി വന്നാൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് അത് വലിയ ഭീഷണിയാകും. റോഡുകളിൽ വെള്ളം കയറുന്നത് ഗതാഗതം സ്തംഭിപ്പിക്കും. മണ്ണിടിച്ചിൽ കാരണം റോഡുകൾ അടച്ചിടേണ്ടിയും വരും. ഇത് സാധാരണ യാത്രക്കാരെയും ചരക്ക് നീക്കത്തെയും സാരമായി ബാധിക്കും. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീഴാനും അതുപോലെ വൈദ്യുതി പോസ്റ്റുകൾ തകരാനും സാധ്യതയുണ്ട്. ഇത് വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തും. ഈ സാഹചര്യത്തിൽ ദുരന്തങ്ങളെ നേരിടാൻ നാം ഓരോരുത്തരും തയ്യാറെടുക്കേണ്ടതുണ്ട്. പ്രധാന രേഖകൾ, അത്യാവശ്യ മരുന്നുകൾ, ടോർച്ച്, പവർ ബാങ്ക്, ഭക്ഷണ സാധനങ്ങൾ, ശുദ്ധജലം എന്നിവ അടങ്ങുന്ന ഒരു അടിയന്തര കിറ്റ് തയ്യാറാക്കി വെക്കുക. താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടാൽ മടിക്കാതെ അത് ചെയ്യുകയും വേണം. നദികളുടെയും തോടുകളുടെയും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണം. നദി മുറിച്ചു കടക്കുന്നതും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതും ഒഴിവാക്കുക. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതും പൂർണ്ണമായി ഒഴിവാക്കുക. തെറ്റായ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കാനും സാധ്യതയുണ്ട്.
സാധ്യതയുണ്ട്. ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. ശക്തമായ കാറ്റുള്ളതിനാൽ മരങ്ങൾ വീഴാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ സുരക്ഷിതമായ സ്ഥലത്ത് പാർക്ക് ചെയ്യുക. ഈ മഴക്കാലം സുരക്ഷിതമായി അതിജീവിക്കാൻ അധികൃതരുടെയും പൊതുജനങ്ങളുടെയും കൂട്ടായ ശ്രമവും ആവശ്യമാണ്. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഓരോ മുന്നറിയിപ്പിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അവയെ ഗൗരവമായി കാണുകയും വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യേണ്ടതും ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് നിന്നാൽ വലിയ ദുരന്തങ്ങളും ഒഴിവാക്കാൻ സാധിക്കും.